കഴിക്കാൻ നമ്മൾ ഒരു ഹോട്ടലിൽ നിർത്തി. കഴിക്കാൻ നമ്മൾ ഉച്ചയ്ക്കൊരു ഹോട്ടലിൽ കയറി. ഊണ് ബിരിയാണി വന്നു. എന്തോ ആണ്, ടവർ എന്തോ പോലെ അങ്ങനെ വലിച്ചു കെട്ടിയിരിക്കുകയാണ്. ഇവിടെ റോഡ് പണി. എത്ര കിലോമീറ്റർ ഉണ്ട്? ഞാൻ പറഞ്ഞത് കറക്റ്റ്. പോയത് പാരാ മോട്ടോറിംഗ് എന്ന് പറയാം, പാരാ റൈഡിംഗ് എന്നും പറയാം, ഗ്ലൈഡിംഗ്. ഇത് ആലപ്പുഴ ബൈപ്പാസ് റോഡാണ്. പുതിയ റോഡ് കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയതാണ്. 5 കൊല്ലം കൊണ്ട് ഉണ്ടാക്കുന്നത്. അതെന്താ തിരിയാണ്? ആലപ്പുഴ കടല തുറമുഖമല്ല, അഴിമുഖം. അഴിമുഖം വഴിയെ വന്നിട്ട് കടലിൽ ചേരില്ലേ, അഴിമുഖമാണ് ഗൈസ്. ഇത് ഒരാളെങ്കിലും ഒതുങ്ങി വരുന്നുണ്ടെന്ന്. ഹരിപ്പാടെത്തി. അവരെ പറഞ്ഞോളൂ. ഈ വന്ന വഴി ഫുൾ ഇങ്ങനെയാണ്, റോഡ് പണി. ഫുൾ ഫ്ലൈഓവർ വരുന്ന വഴി മൊത്തം. അവിടെ റോഡ് ശരിയാക്കി. ഇങ്ങനെയാവും ഈ വന്ന വഴി മൊത്തം. എറണാകുളം കയറിയത് ക്യാമറയിൽ വെള്ളം പോലത്തെ കാണും. മിറാജ് കായംകുളം എത്തി. അതൊക്കെ നോക്കിയിട്ട് വേണം പോവാൻ. ഹരിപ്പാട്, ഓച്ചിറ, തിരുവനന്തപുരം അല്ലേ. ആ ബാലു എപ്പോഴും ഒരു ക്ഷേത്രത്തിൽ പോവില്ലേ? ഓച്ചിറ ക്ഷേത്രം.
ഈ റോഡ് പണി കഴിഞ്ഞാൽ ഇവിടെ ടോൾ പ്ലാസ ആയിരിക്കും. അതിനുള്ള പണികളാണ് ഇവിടെ നടക്കുന്നത്. കരുനാഗപ്പള്ളി എത്തി ഗൈസ്. നമ്മൾ ഓട്ടോക്കാരൻ നമ്മളങ്ങനെ കരുനാഗപ്പള്ളി എത്തി. ട്രാൻസ്പോർട്ട് ബസ് ഇത്രക്ക് ഇതില്ലേ, ഒരു പ്രിന്റ് എടുത്ത് വെക്കാനുള്ളൊരു പ്രിന്റ് എടുത്ത് വെക്കല, എന്താ ബോർഡ് അടുത്താണ് ചാടാൻ നിൽക്കണം. അങ്ങനെ വരും കരുനാഗപ്പള്ളി എഴുതിയിരിക്കണുണ്ട്. കൊല്ലം ചവറ. Keep right to continue on National Highway 66. Continue on National Highway 66 for 9 kilometers. ബ്രിഡ്ജ് വെക്കുകയാണല്ലേ. തിരുവനന്തപുരം 78 വരെ. എന്ത് കല്ലുംപുറം സ്ഥലത്തിന്റെ പേര്. കൊട്ടാരക്കര 31, കന്യാകുമാരി 173, തിരുവനന്തപുരം 76. 4 മണിക്ക് ചായ കുടിക്കാൻ നിർത്തി. ഞാനൊരു വാഴയ്ക്ക ബജ്ജി കഴിച്ചു. രാമൻ കുളങ്ങര അല്ലേ? തിരിയുമ്പോ അറിയാം. അതാ തിരുവനന്തപുരം എന്നല്ല എഴുതിയിരിക്കുന്നത്. അത് നേരെ അല്ല അല്ല, റൈറ്റ്. കിലോമീറ്റർ. അപ്പോഴേ അല്ലേ 71 ആയത്? ഇപ്പോഴും 71. അപ്പോഴേ 76 കിലോമീറ്റർ ആയിരുന്നു, ഇപ്പൊ 71 ആകാശം നോക്കി. അങ്ങനെ ഫുൾ മേഘങ്ങൾ. നല്ല രസമില്ലേ? പുക പോലില്ലേ? ക്യാമറയിൽ നോക്കമ്മ, കണ്ടോ? പുക പോലില്ലേ? റോഡ് പണി ശരിയായ പിന്നെ നമുക്ക് സിറ്റിയിൽ കൂടെ വരണ്ട, കൊല്ലം ഈ ബൈപ്പാസിൽ കൂടെ വരാം. റോഡിന്റെ പണി കഴിഞ്ഞ അവസ്ഥ. ഇനി കൊല്ലത്തും കൂടി കുറച്ചെങ്കിലും റോഡ് പണി ശരിയായ ബൈപ്പാസിൽ കൂടെ തന്നെ വരാം അല്ലേ? ടൗണിൽ കയറണ്ട. എല്ലാ റോഡ് പണിയും ശരിയായ വളരെ സ്പീഡിൽ ഇങ്ങനെ തന്നെ പോവാം.
ടൗണിൽ കയറിയാക്കണ്ട അത്ര ബുദ്ധിമുട്ടൊന്നും. അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് വഴി തെറ്റി അതുമായി. അതോ ഇതിപ്പോ ഞായറാഴ്ച ആയിട്ടാണ് ഇപ്പൊ ഈ കച്ചവടം. വേറെ വല്ല ദിവസമാണ്. നല്ല റോഡ് കഴിഞ്ഞു. പിന്നെ നമ്മൾ ഇതേ കയറി അതേ പോയി, അതേ കയറി ഇതേ വരും. ഇനി ഇവിടെ നിക്കാം. ഹോമിയോപതി ഇവിടെ നിൽക്കുമ്പോ എനിക്ക് വണ്ടികളൊക്കെ കാണുന്നുണ്ട്. മേമ വീഡിയോ എടുക്കുമ്പോ കാണില്ല ഉണ്ണിക്കില്ലേ? പക്ഷെ മേമ കുറച്ചു നേരം വീഡിയോ എടുക്കൂട്ടാ. കണ്ടോ റോഡ് പണി? ഇവിടെയൊക്കെ റോഡ് പണിയാണ്. ക്രെയിന് കാണുന്നുണ്ടോ ടോവി? അത് JCB ക്രെയിനാണ്. ഓ ശരി ശരി ശരി. കണ്ടോ കണ്ടോ ഒരു മഞ്ഞ കളർ. ആ മഞ്ഞ കളർ JCB ഉണ്ട്. അതെ 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 അതെ. In 200 meters, continue straight. ഇപ്പോഴും കാണുന്നുണ്ട്, ഇപ്പോഴും കാണുന്നുണ്ട് ഇങ്ങനെ നിൽക്കുമ്പോ. അതിൽ കൂടെ പോവാം. ടോൾ പ്ലാസിന്റെ അടുത്ത് മാത്രം കുറച്ച് റോഡ് ശരിയാക്കിയിട്ടുണ്ട്. പണി കഴിയാത്തതുകൊണ്ട് ടോള് കളക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. ആറ്റിൻകൽ ടൗൺ എത്തി. ഇൻഫോസിസ് നമുക്ക് ഇതിന്റെ മേലെ കൂടെ പോയാലോ ചിച്ചാ? ഓ ശരി. ആ സർവീസ് റോഡാണോ? ആ നല്ല തമാശ. കന്യാകുമാരിക്ക് 95. കന്യാകുമാരിക്ക് 95. ട്രിവാൻഡ്രത്തിൽ മോൾ PVR പാരഗൺ വെള്ളം ചേർന്ന് നോക്കില്ലേ? ഫ്രണ്ടാണ് തോന്നുന്നത്. അങ്ങനെ നമുക്കൊരു പ്ലെയിനും കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമ്മളെടുത്ത ഹോം സ്റ്റേ അപ്പാർട്ട്മെൻറ്റ് കയറിയതും ഒരു ഹാള്. നമുക്ക് ഈ വഴിയേയും തുറക്കാൻ പറ്റും. ഇതും ഒരു ഹാളാണ്. TV ഇതേയും കയറാൻ പറ്റും. ഇതൊരു സിംഗിൾ ബെഡ്റൂം വാഷ്റൂം ഉണ്ട്, ഒരു കബേർഡ് ഉണ്ട്. പിന്നെ ഇതൊരു ഡബിൾ ബെഡ്റൂമാണ്. അതുപോലെ ഇതും ഒരു ഡബിൾ ബെഡ്റൂമാണ്. ഡബിൾ ബെഡ്റൂമിലൊക്കെ താഴെ എക്സ്ട്രാ ബെഡും കൊടുത്തിട്ടുണ്ട്. എല്ലാ റൂമും AC ആണ്. പിന്നെ അതെ എല്ലാം അറ്റാച്ച്ഡ് റൂമാണ്. ഡബിൾ ബെഡ്റൂമിലൊക്കെ കബേർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കിച്ചൺ ഉണ്ട്. കിച്ചൺ വേണമെങ്കിൽ ഓപ്പൺ ആക്കി തരും, ഇല്ലെങ്കിൽ പിന്നെ നമ്മളത് യൂസ് ചെയ്യുന്നില്ല. നമ്മൾ വൺ ഡേക്കല്ലേ, പിന്നെ അത് ഇല്ല. കുറച്ച് കട്ട്ലറീസും പ്ലേറ്റ് കാര്യങ്ങൾ ഗ്ലാസ്സൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് ചെറിയൊരു ഡൈനിങ് ഏരിയ പോലെ ഇവിടെ വരുന്നുണ്ട്.
ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ വരുന്നുണ്ട്. നമ്മൾ ഡിന്നർ പത്തിരി, ഇടിയപ്പം, ചിക്കൻ റോസ്റ്റ്, ബീഫ് റോസ്റ്റ്, ചിക്കൻ ലെഗ്. നമ്മൾ ഫുഡ് കഴിഞ്ഞിട്ട് തിരിച്ച് റൂമിലേക്ക് നമ്മൾ ഹോം സ്റ്റേ അല്ല അപ്പാർട്ട്മെൻറ്റിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു 600 മീറ്റേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ ലഗേജൊക്കെ അവിടെ വെച്ചിട്ട് എല്ലാം നടന്നു പോയിട്ടാണ് ഡിന്നർ കഴിച്ച്. അത് കഴിഞ്ഞ് തിരിച്ച് ഇപ്പോൾ അപ്പാർട്ട്മെൻറ്റിലോട്ട് നടന്നുകൊണ്ടിരിക്കുക. ഈ അമ്പലം നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ കുറച്ച് അടുത്തായിട്ട് തന്നെ വരും. നമ്മൾ ഈ നടന്നു പോയ വഴിക്കുണ്ടായിരുന്നത്. നമ്മളങ്ങനെ റൂമെത്തി. റിമോട്ടാ? ഗേറ്റ് സെൻസറാണ്. നമ്മളത് സാധാരണ ഈ പാർക്കിംഗ് ഏരിയയിലൊക്കെ ലൈറ്റൊക്കെ സെൻസറായിരിക്കുമല്ലോ ഹ്യൂമൺ. നമ്മുടെ കാറൊക്കെ അവിടെയാണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. സോ ഇങ്ങനെ നമ്മൾ സ്റ്റേഴ്സ് കയറിയിട്ട് മുകളിൽ പോകുന്നത്.